അസ്സലാമലൈക്കും. കെയർഫുഡ് ട്രാവൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജമീല നാസർ. നിങ്ങൾക്കായി ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മട്ടൻ ബിരിയാണി. ബിരിയാണിക്ക് ആവശ്യമായ സാധനങ്ങൾ: 1 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കിയത്, 3 ഗ്ലാസ് അരി, 4 സവാള, 2 തക്കാളി വലുത്, 250 ഗ്രാം ചെറുള്ളി, പുതിനയില, മല്ലിയില, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, നാരങ്ങ, നെയ്യ്, തൈര്, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കറുവപ്പട്ട, കരിയാമ്പ്, ഏലക്കായ, ഉപ്പ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി. നമുക്ക് ബിരിയാണി തയ്യാറാക്കാനായി മട്ടൻ നമുക്ക് വേവിക്കാം. അതിലേക്ക് ഏലക്കായ, കറുവപ്പട്ട, കുരുമുളക്, ഉപ്പ് ആവശ്യത്തിന്, കുറച്ച് മഞ്ഞൾപ്പൊടി, സവാള കുറച്ച് വെള്ളം വേണ്ടതിൽ ആ മട്ടൻ്റെ വെള്ളത്തിൽ തന്നെ നമുക്ക് ഒരു 4 വിസിലടിച്ചാൽ നമുക്ക് വെന്ത് കിട്ടും. നമുക്കിത് അടിച്ച് നമുക്ക് വേവിക്കാം. മട്ടൻ റെഡി ആയിട്ടുണ്ട്. 4 വിസിലടിച്ച് മട്ടൻ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. സ്റ്റവ് വെച്ച് സവാള വരട്ടാനുള്ള 3 സ്പൂണ് നെയ്യൊന്ന് ചൂടായിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്, നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 4 സവാള ഉണ്ട്. ഞാനിപ്പോൾ നമുക്ക് മസാല ആക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ വരട്ടിയെടുക്കണം. നന്നായി വാടി ഉപ്പിട്ട് കൊടുക്കാം. അത് നമുക്ക് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സവാള വാടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനുള്ള മസാലകൾ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഒരു 50 ഗ്രാം ഇഞ്ചി, ഒരു 15 പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, തൈര്, ഒരു 4 സ്പൂൺ തൈര്, ചെറിയ ഉള്ളി. ഇതെല്ലാം കൂടി കൂട്ടി നമ്മൾ ഒന്ന് മിക്സിയിൽ ഒന്ന് പതിയൊന്ന് അടിച്ച് ഇതിൽ സവാളയിൽ നമ്മൾ ഒഴിക്കും. നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു 5 സ്പൂണ്, ഗരം മസാല 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ. നമുക്കൊന്ന് ഇളക്കി ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ല ഒരു ഇതൊന്ന് വാടണം. കറിവേപ്പില കുറച്ച്. നമുക്ക് ഈ ഉള്ളിയും മല്ലിയിലയും എല്ലാം അരച്ച ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല, കാരണം പച്ചമുളക് അതിനാണ് 15 എണ്ണം കൂടുതൽ ഞാൻ ചേർത്തേക്കുന്നത്. ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് സവാള വറ്റിയപ്പോൾ. ഇത് കുറച്ച് ഉപ്പും കൂടി നമുക്ക് അടിച്ച് വെച്ചൊന്ന് വേവിക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. വെന്ത മട്ടൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മട്ടനിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം, കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം, ഒരു നാരങ്ങ ഒന്ന് നമുക്ക് ഒരു കഷ്ണം പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം, കറിവേപ്പില. ഇനി അതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി ഒന്ന് അടിച്ചു വെച്ച് വേവിക്കാം. നമുക്ക് സവാളയും മുന്തിരിയും അണ്ടിപ്പരിപ്പും പൊരിച്ച് പോരാനുള്ള നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്ക് സവാള മരിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വയ്ക്കാം. നമുക്കിനി അരി വേവിച്ചെടുക്കാം. അതിനാവശ്യമായ വെള്ളം നമുക്ക് ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഏലക്കായ, കരിയാമ്പ്, പെരിഞ്ജീരകം, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ചോറിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. അരി ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അരി വെന്തൊന്നും നമുക്ക് നോക്കാം. തുറന്ന് ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ഊറ്റാം. ഇനി നമുക്ക് ദമ്മിടാം. അതിനായി ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് മട്ടൺ മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. നമുക്ക് അതിനുശേഷം നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും മൊരിയിച്ചത് ഇട്ട് കൊടുക്കാം. മേലെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. അടുത്ത ലെയർ തയ്യാറാക്കാൻ മസാല ഇട്ട് കൊടുക്കണം. മല്ലിച്ചപ്പും പുതിനയില ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് ബാലൻസുള്ള ചോറ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളയും മൊരിയിച്ചത് നമുക്കതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടിച്ചു വെച്ച് ഒന്ന് ആവിക്ക് വെക്കാം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല മണവും നല്ലപോലെ ആവിയും മണവും ഇതൊക്കെ വന്നിട്ടുണ്ട്. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.